guys, welcome back to my YouTube channel. This is Nitya. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു K-drama trailer reaction കണ്ടാലോ. ഹലോ മൂവി എന്നാണ് കേട്ടോ ഡ്രാമയുടെ പേര് പോലെ മൂവി അല്ല സീരീസ് ആണ്. ഓക്കെ, ചോയ് സേവൂക്കും പാക് ബോയങ്ങും ആക്ട് ചെയ്തിട്ടുള്ള പുതിയൊരു അപ്കമിങ് സീരീസ് ആണ്. ഫെബ്രുവരി 14th വാലന്റൈൻസ് ഡേന്റെ അന്നാണ് കേട്ടോ ആ ഡ്രാമ റിലീസ് ആവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു സീരീസിന്റെ ട്രെയിലർ കണ്ടു നോക്കിയാലോ. 느낌이라는 게 있잖아요. 나 기다렸어요? 네. 왜요? 좋아하니까요. 나 좋아해주나? 안 떠나고. 다음날 아침은 밝아왔고 고겸은 그렇게 사라졌어요. 처음엔 걱정, 다음엔 분노. 영화 잘 봤습니다. 이거 장르가 멜로 맞나요? 그쪽이 언제부터 영화평론가 했어요? 기자님도 방금 나오셨어. 김무비라고. 모릅니다. 원래 감독이랑 평론가는 적이랍디가 적. 내 영화도 썼어요? 아직요. 그럼 영화를 왜 봤는데? 궁금해서요. 아니 그쪽도 내가 궁금해서 찾아본 거 아니에요? 내가요? 아닌데? 앞집 공사 크게 하나 봐. 아니 그쪽 여기서 뭐해요? 앞집이에요? 어쨌든 말없이 사라진 건 너잖아. 그거 당하는 사람 입장에서 개 같아. 김시준, 나 우리 이야기 썼어. 벌써? 너 진짜 천재 맞구나. 어떻게 이런 멜로디 생각한 거야? 이 음악이 꼭 필요하다고. 가자. 그래서 꼭 성공할 거야. 너보다 더. 좋아한다는 거 장난 아니에요. 설레게 해놓고 기대하게 만들어놓고 사람 웃게 만들었잖아. 혼자 들뜨고 혼자 남겨주는 게 얼마나 비참하지 않아요? 우리가 왜 헤어졌는데 네가 떠났어. 우리 끝인 거야? 아니면 다시 돌아오는 중인 거야? 두 번을 쏟는 건 말이 안 되는 거잖아요. 나 다시도 좋아해. ഓക്കെ, നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സീരീസ് ആണ് കേട്ടോ. ഓക്കെ, ഇത് കണ്ടിട്ട് എനിക്ക് ഈ ഒരു ആക്ടറിന് എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ആണ് കേട്ടോ. ഏതാണെന്നറിയോ? ഞാൻ ഡീറ്റെയിൽസ് നോക്കട്ടെ. മൈ ബിലവഡ് സമ്മർ, ആ ഒരു ഡ്രാമയിൽ ആക്ട് ചെയ്തിട്ടുള്ള ആക്ടർ ആണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോ പാക് ബോയങ്ങിനെ പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. സൗത്ത് കൊറിയയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ട്രസ് ആണ് പാക് ബോയം. കൂടാതെ ബെസ്റ്റ് സീരീസിലാണ് ഈ ഒരു നടി ആക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. എല്ലാ സീരീസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 12 എപ്പിസോഡാണ് കേട്ടോ ഈ സീരീസിനുള്ളത്. ചോയ് വൂസിക്, ചോയ് വൂസിക് എന്നാണ് ഈ ഒരു ആക്ടറിന്റെ പേര്. പാക് ബോയങ് ആക്ട്രസിനെ എനിക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോ ഇതില് രണ്ട് കപ്പിൾസിന്റെ സ്റ്റോറിയാണ് ഈ ഒരു സീരീസിൽ പറഞ്ഞേക്കുന്നത്. അപ്പോ ഇത് കാണാൻ തന്നെ നല്ല രസമാണ് അല്ലെ. നമുക്ക് ഈ റൊമാൻറ്റിക് ജോണറൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും ഈ സീരീസ് ഇഷ്ടമായിരിക്കും. പിന്നെ ഇതിലൊരു പാക് ബോയങ് ഒരു മൂവി ഡയറക്ടർ ആയിട്ടാണ് അഭിനയിക്കുന്നത്. മൂവി ഡയറക്ടറിന്റെ സ്റ്റോറിയാണ്. നടന്റെ ക്യാരക്ടർ എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തോ ഫസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷം പിന്നീട് മീറ്റ് ചെയ്യുന്ന എന്തോ ഒരു സ്റ്റോറിയാണ്. അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ എന്തൊക്കെയൊക്കെയാണ് ഇതിൽ തോന്നുന്നത് പറയുന്നത് കേട്ടോ. കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. എന്തായാലും മൈ ബിലവഡ് സമ്മർ എന്ന് പറയുന്ന ഒരു ഡ്രാമയുടെ ഒരു ഫീലാണ് എനിക്കൊരു ട്രെയിലർ കണ്ടിട്ട് തോന്നുന്നത്. എനിക്ക് ഇതിലൊരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യം തോന്നിയതാണെന്നറിയാവോ? അത് നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ഡ്രാമ അറിയോ? സ്റ്റാർട്ടപ്പും അതേപോലെ തന്നെ ഹോട്ടൽ ഡെല്ലൂൺ, അയ്യൂന്റെ ഹോട്ടൽ ഡെല്ലൂൺ ഉണ്ടല്ലോ, അത് രണ്ടും ഡയറക്ട് ചെയ്തിട്ടുള്ള ഡയറക്ടറാണ് ഈ ഒരു സീരീസും ഡയറക്ട് ചെയ്തേക്കുന്നത്. അപ്പോ അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഡ്രാമ കാണാനുള്ള ഒരു റീസൺ ആണ് കേട്ടോ. എക്സൈറ്റ്മെന്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കാണാനായിട്ട് തോന്നുന്നുണ്ടോ അതോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്, കാണുന്നില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് ഡ്രാമയായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, ബൈ.